ഹായ് ഹലോ വെൽക്കം ടു കെ എസ് മെൻറ്റർ. എല്ലാവർക്കും നമ്മുടെ PYQ ഡീകോഡറിലേക്ക് സ്വാഗതം. ഞാൻ അർച്ചന. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആർട്ട്, സ്പോർട്സ്, കൾച്ചർ, ലിറ്ററേച്ചർ എന്ന് പറയുന്ന നമ്മുടെ ഡിഗ്രി പ്രിലിംസിനൊക്കെ 10 മാർക്കോളം വെയിറ്റേജ് ഉള്ള ഈ സബ്ജക്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വെറുതെ ഡിസ്കസ് ചെയ്യുവാണോ, ചുമ്മാ ആൻസർ പറഞ്ഞു പോവാണോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മൾ ആൻസർ പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. ഒരു ചോദ്യം എടുത്തിട്ട് അതിൻ്റെ ഉത്തരവും ആ ചോദ്യത്തോട് അനുബന്ധമായിട്ടുള്ള കുറേ ഫാക്റ്റുകളും നിങ്ങളിലേക്ക് എത്തിക്കും. അതുകൂടാതെ PSC ഈ ഒരു മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ഫാക്ട്സും കൂടി നമ്മൾ പറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു പോകും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇടും. ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്തായാലും കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം കേട്ടോ. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്, മെയിൻസ് ടാർഗറ്റ് 2025 എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ഡിഗ്രി മെയിൻസിൻ്റെ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. നമ്മൾ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആ മന്തിൻ്റെ കലണ്ടർ എടുത്ത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഒരു മാസത്തെ ഗ്യാപ്പൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം കമ്പനി ബോർഡ് ഉണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ട്, SBCID ഉണ്ട്, SI ഉണ്ട്, എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ട്. ഇങ്ങനെ ഇഷ്ടംപോലെ തസ്തികകളുണ്ട് അല്ലേ. അതിനുവേണ്ടി നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. ഈ മന്തിൽ തന്നെ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, KS മെന്ററിന്റെ ഭാഗമാകാൻ താല്പര്യമുള്ളവർ അടുത്ത റാങ്ക് ലിസ്റ്റിൽ ഉറപ്പായും വരുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടി KS മെന്ററിന്റെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യണം. PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് കേരള കലാമണ്ഡലം എന്ന് പറയുന്നത്. നോക്കിയേ, 2025 ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൂ ഈസ് എ മലയാളം പോയറ്റ് ഹൂ ഇനിഷ്യേറ്റഡ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കേരള കലാമണ്ഡലം. ഇനി അത് മാത്രമാണോ? നോക്കിയേ, കേരള കലാമണ്ഡലം ഈസ് സിറ്റുവേറ്റഡ് ഇൻ. ഇനി വേറെയും ചോദ്യം ഉണ്ടായിരുന്നു, ആരാണ് പുതിയതായി ജോയിൻ ചെയ്ത വൈസ് ചാൻസലർ. ഇങ്ങനെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നറിയോ കേരള കലാമണ്ഡലത്തിനെ കുറിച്ച്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം പഠിക്കുന്നുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യനെ കുറിച്ചും പഠിക്കുന്നുണ്ട്, കേരള കലാമണ്ഡലത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുമാത്രമല്ല PSC ബാക്കി ആർട്ട് റിലേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ PSCക്ക് ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള ഒരു 3 എക്സ്ട്രാ ആർട്ട് റിലേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസും നോക്കുന്നുണ്ട്. ആദ്യമേ നമുക്ക് കേരള കലാമണ്ഡലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കേരള കലാമണ്ഡലം എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ളത്? ആദ്യമേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത് കേരള കലാമണ്ഡലം ഏത് വർഷമാണ് സ്ഥാപിതമായതെന്നാണ്. എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോയിക്കോണം. 1930 കേരള കലാമണ്ഡലം സ്ഥാപിതമാകുന്നത്. അടുത്ത ചോദ്യം, കേരള കലാമണ്ഡലം എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന വ്യക്തികൾ ആരൊക്കെ എന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ്? ആദ്യത്തേത് വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടിയേ, ദാ വള്ളത്തോൾ നാരായണ മേനോൻ. ഇനി ഇതാരാണത്? കൂടെയുള്ളത് മണക്കുളം മുകുന്ദരാജ. ഇപ്പോഴുള്ള 10th 12th എക്സാംസിൽ പലതിലും ചോദിക്കാറുണ്ട്. കേരള കലാമണ്ഡലം എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് മണക്കുളം മുകുന്ദരാജ എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് ശരിയാണ്. അപ്പൊ മണക്കുളം മുകുന്ദരാജ. അതുമാത്രമല്ല ഒരു വ്യക്തിയും കൂടിയുണ്ട്, അത് കക്കാട് കാർണോപ്പാടാണ് അല്ലെങ്കിൽ കുഞ്ഞുണ്ണി തമ്പുരാൻ. ഈ 3 വ്യക്തികളാണ് നമ്മുടെ മുന്നിലേക്ക് കേരള കലാമണ്ഡലം എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. 1930 ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും കക്കാട് കാരണവപ്പാടും കൂടിയാണ് കൊണ്ടുവന്നത്. തീർന്നോ? ഇത്ര അറിഞ്ഞിരുന്നാൽ മതിയോ? പോരാ. 1930 സ്ഥാപിതമായെങ്കിലും ഇപ്പോൾ കാണുന്ന ആസ്ഥാനത്തിലേക്ക് ഇവർ റീലൊക്കേറ്റ് ചെയ്യുന്നത് 1936 അപ്പൊ എവിടെയാണ് ആസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ചെറുതുരുത്തിയിലാണ്, ഭാരതപ്പുഴയുടെ തീരത്ത് തൃശ്ശൂർ. അപ്പൊ തൃശ്ശൂര് ഭാരതപ്പുഴയുടെ തീരത്ത് ചെറുതുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് കേരള കലാമണ്ഡലം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ആസ്ഥാനം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. ഇതും നമ്മുടെ ഒരു മാർക്കാണ്. ഇനി എന്താ അറിയേണ്ടത്? അങ്ങോട്ട് പോകുന്ന സമയത്ത് PSCക്ക് ചോദിക്കാം, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് ചെയർമാൻ ആരാണ്, സെക്രട്ടറി ആരാണ് എന്നൊക്കെ ഉള്ളത്. ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരുന്നു? വള്ളത്തോൾ നാരായണ മേനോൻ. നമുക്ക് പഠിക്കാൻ ഈസിയാ. സെക്രട്ടറി എന്ന് പറയുന്നത് മണക്കുളം മുകുന്ദരാജ. ആരാ? മണക്കുളം മുകുന്ദരാജ. നമ്മൾ പഠിച്ച ആ 2 വ്യക്തികൾ തന്നെയാണ് ചെയർമാനും സെക്രട്ടറിയും. ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് നമ്മൾ അറിയേണ്ടതായിട്ടുള്ളത് 2006 നമ്മുടെ ഈ കേരള കലാമണ്ഡലം എന്ന് പറയുന്നത് ഒരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആയി മാറുന്നു. എന്തായി മാറുന്നു? ഒരു കൽപ്പിത സർവകലാശാലയായി മാറുന്നു.
അപ്പൊ അതിനു മുന്നേ എന്ന് വെച്ചാൽ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആകുന്നതിന് മുന്നേ ലാസ്റ്റ് ചെയർമാൻ ആയി ഇരുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് ONV കുറുപ്പാണ് കേട്ടോ. 2006 കഴിയുമ്പോഴത്തേക്കും അത് ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആവുന്നു. അപ്പൊ നമുക്കറിയാം ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആവുന്ന സമയത്ത് ഹെഡ് ആരായി മാറും? ചാൻസലറും വൈസ് ചാൻസലറുമായി മാറും. ചാൻസലർ ആരായിരിക്കും? മിക്കവാറും ഗവർണർ ആയിരിക്കും ആ ഒരു ചാർജ് എടുക്കുക. വൈസ് ചാൻസലറായി അപ്പോയിന്റഡ് ആയത് ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഡോക്ടർ KG പൗലോസ് ആണ് കേട്ടോ. ഡോക്ടർ KG പൗലോസ് ആണ് കേരള കലാമണ്ഡലത്തിന്റെ ആദ്യ വൈസ് ചാൻസലറായി വന്നിട്ടുള്ളത്. ഇനി PSC ഇനി ചോദിക്കാൻ പോകുന്നതായിട്ടുള്ളതോ അല്ലെങ്കിൽ വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആരാണ് ഇപ്പോഴത്തെ കറന്റ് ചാൻസലർ, വൈസ് ചാൻസലർ എന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ചാൻസലർ എന്ന് പറയുന്നത് ഗവർണർ ആയിരിക്കും. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത് അപ്പൊ എങ്ങനെ വന്നു ഈ ഡോക്ടർ മല്ലിക സാരാഭായി ഈ ഒരു പൊസിഷനിലേക്ക് എന്നുള്ളത് നമുക്ക് വളരെയധികം ഡൗട്ട് ഉണ്ടാവും. 2022 ആകുന്ന സമയത്തേക്ക് ഒരു തീരുമാനം വരികയായി നമുക്ക് ചാൻസലർ പദവിയിലേക്ക് കലയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി വരണം എന്നുള്ളത്. അങ്ങനെ ഡോക്ടർ മല്ലിക സാരാഭായെ നമ്മൾ കറന്റ് ചാൻസലർ അല്ലെ ഇപ്പോഴും ചാൻസലറായി ഇരിക്കുന്നത് ഡോക്ടർ മല്ലിക സാരാഭായ് ആണ്. വൈസ് ചാൻസലർ എന്നുള്ളത് പ്രൊഫസർ B അനന്തകൃഷ്ണൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കേരള കലാമണ്ഡലവുമായി അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു? എൻ്റെ കൂടെ പറഞ്ഞോ. 1930 സ്ഥാപിതമാകുന്നു. ആരൊക്കെയാ? വള്ളത്തോൾ നാരായണ മേനോൻ, മണക്കുളം മുകുന്ദരാജ, പിന്നെ കക്കാട് കാരണവപ്പാട് അഥവാ കുഞ്ഞുണ്ണി തമ്പുരാൻ. 1936 ഇപ്പോഴത്തെ ആ ഒരു ആസ്ഥാനത്തിലേക്ക് വരുന്നു. അതെവിടെയാ? തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ സമീപത്തായിട്ട്. ഇനി ഫസ്റ്റ് ചെയർമാൻ സെക്രട്ടറി ഓർക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മുടെ സ്വന്തം വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും. ഇനി അറിയേണ്ടത് 2006-14 മാർച്ചിൽ ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആകുന്നു. അപ്പോൾ ആരാണ് വൈസ് ചാൻസലർ പദവിയിലേക്ക് വരുന്നത്? ഡോക്ടർ KG പൗലോസ്. ഇപ്പോഴത്തെ ചാൻസലർ വൈസ് ചാൻസലർ PSCക്ക് ചോദിക്കാം. ഡോക്ടർ മല്ലിക സാരാഭായും പ്രൊഫസർ B അനന്തകൃഷ്ണനും. അപ്പോൾ നമ്മൾ കേരള കലാമണ്ഡലം നല്ല രീതിയിൽ തന്നെ പഠിച്ചുപോയി. ഇനി കലയുമായി ബന്ധപ്പെട്ട് PSCക്ക് ഇഷ്ടമുള്ള 2-3 സ്ഥാപനങ്ങളും കൂടി ഉണ്ട്. എന്റെ കൂടെ തന്നെ പഠിച്ചോ. അടുത്തത് കേരള സംഗീത നാടക അക്കാദമി തൃശ്ശൂർ തന്നെയാണ് കേട്ടോ. സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ തന്നെയാണ്. 1958 ഏപ്രിൽ 26 ഈ സ്ഥാപനം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. എത്രയാണ്? 1958. കേരള കലാമണ്ഡലം ഏത് വർഷമായിരുന്നു? 1930. 1958 ഈ സ്ഥാപനം നമ്മുടെ മുന്നിലേക്ക് വരികയായി. ഈ സ്ഥാപനത്തിന്റെ മേജർ പബ്ലിക്കേഷൻ PSCക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മാറ്റിയും തിരിച്ചും ചോദിക്കും. ഇത് കേരള സംഗീത നാടക അക്കാദമിയാണ്. അങ്ങനെ ഓർത്തു വെച്ചേ, കേളിയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ പബ്ലിക്കേഷൻ അഥവാ പ്രസിദ്ധീകരണം. ചെയർമാൻ ആരായിരുന്നു? മട്ടന്നൂർ ശങ്കരൻകുട്ടി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് ഇപ്പോഴത്തെ ചെയർമാൻ. സെക്രട്ടറി എന്ന് പറയുന്നത് കരിവെള്ളൂർ മുരളിയാണ്. ഇനി PSCക്ക് ആരാണ് ആദ്യമേ ഹെഡ് ചെയ്തതെന്ന് ചോദിക്കുന്ന ഒരു പതിവുണ്ട്. അപ്പൊ ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് മാങ്കുത്തമ്പുരാനാണ് കേട്ടോ. മാങ്കുത്തമ്പുരാനാണ്. ഇത്രയും കാര്യങ്ങൾ മറക്കല്ലേ. ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി, സെക്രട്ടറി കരിവെള്ളൂർ മുരളി. 1958 തൃശ്ശൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനിയോ ഫസ്റ്റ് ചെയർമാൻ എന്നുള്ള ആളുടെ കാര്യവും നമ്മൾ പറഞ്ഞു. അപ്പം കേരള സംഗീത നാടക അക്കാദമി കഴിഞ്ഞു, തൃശ്ശൂരിലുള്ള. നമ്മൾ അടുത്തയിലേക്ക് കയറുകയാണ്. കേരള ലളിത കലാ അക്കാദമി. എവിടെയാ സ്ഥിതി ചെയ്യുന്ന ലളിത കലാ അക്കാദമി? തൃശ്ശൂർ തന്നെ. വർഷം അറിഞ്ഞിരിക്കണം. 1962. 1962. ഈ ഓർഡറിൽ തന്നെ പഠിച്ചു പോണേ. 1930 അതിന് കേരള സംഗീത നാടക അക്കാദമി, കേരള ലളിത കലാ അക്കാദമി. എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? നമുക്ക് ഓർക്കാൻ ഈസിയാ. ഇതും തൃശ്ശൂർ തന്നെയാണ്. എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്? ഫസ്റ്റ് കമ്മിറ്റിയെ ചെയർ ചെയ്തിട്ടുള്ളത് രാമവർമ്മരാജയാണ്. നമ്മളിപ്പോൾ മുന്നേ പറഞ്ഞ കേരള കലാമണ്ഡലമാണെങ്കിലും സംഗീത നാടക അക്കാദമി ഒക്കെ ആണെങ്കിലും അവിടെ എല്ലാ തരം കലകളും കാണാൻ പറ്റും. പക്ഷെ ഇവിടെ കേരള ലളിതകലാ അക്കാദമി പ്രൊമോട്ട് ചെയ്യുന്നത് വിഷ്വൽ ആർട്സിനെയാണ്. കൂടുതലും സ്കൾപ്ചർ മേക്കിംഗ്, പിന്നെ പടം വര, മ്യൂറൽ പെയിന്റിംഗ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേരള ലളിതകലാ അക്കാദമി കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഇനി ചെയർമാൻ അറിയണം. മുരളി ചീരോത്ത് ആണ് ചെയർമാൻ. മുരളി ചീരോത്ത്. ഇനി മന്ത്ലി മാഗസിൻ. കേരള സംഗീത നാടക അക്കാദമിയുടെ കേളിയാണെങ്കിൽ ഇവിടുത്തെ മന്ത്ലി മാഗസിന്റെ പേര് ചിത്രവാർത്ത. എന്താണ്? ചിത്രവാർത്ത. ഓർത്തിരിക്കുക ഈസിയാ. കാരണം വിഷ്വൽ ആർട്സിനെയാണ് ഈ നമ്മുടെ കേരള ലളിതകലാ അക്കാദമി ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ച് ഓർത്തു വെച്ചോണം ചിത്രവാർത്ത എന്നുള്ളത്, മറക്കരുത്. അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കാം. അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ടും ലാസ്റ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും കേരള ഫോക്ലോർ അക്കാദമിയാണ്.
നമ്മുടെ നാടൻ കലകളെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ആ കലകളുടെ ഉന്നമനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേരള ഫോക്ലോർ അക്കാഡമി. നമ്മൾ മുന്നേ പറഞ്ഞ കേരള കലാമണ്ഡലം, കേരള സംഗീത നാടക അക്കാഡമി ആണെങ്കിലും കേരള ലളിതകലാ അക്കാഡമി ആണൊക്കെ എന്താണ് തൃശ്ശൂർ ആണെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കണ്ണൂരാണ്, ചിറക്കലാണ്. എവിടെയാ? കണ്ണൂരാണ്, ചിറക്കലാണ്. ഏതാടാ വർഷം? 1995 ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇനി PSCക്ക് ഇഷ്ടമുള്ളൊരു ചോദ്യം എന്താണെന്ന് പറയട്ടെ. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പബ്ലിക്കേഷൻ എന്താ, പ്രസിദ്ധീകരണം എന്താണെന്നാണ്. അത് പൊലിയാണ് കേട്ടോ. എങ്ങനെ ഓർക്കും? നമ്മുടെ കേരളത്തിലെ നാടൻ കലകൾക്ക് എന്താ ഒരു പൊലിപ്പ്? ഓർത്തു വെച്ചൂടെ? പൊലിപ്പ്, പൊലി. പൊലി എന്താ? ഫോക്ലോർ. ഓക്കെ, കേരള ഫോക്ലോർ അക്കാഡമിയുടെ പബ്ലിക്കേഷൻ പൊലി എന്നുള്ളതാണ്. ഫൗണ്ടർ ചെയർമാൻ ജി ഭാർഗവൻ പിള്ളയാണ്. കറന്റ് ചെയർമാൻ OS ഉണ്ണികൃഷ്ണനും വൈസ് ചെയർമാൻ കോയ കപ്പാടാണ്. ഉണ്ണി തെയ്യം കാണാൻ വേണ്ടി പോയി. ആരുടെ കൂടെ? കോയയുടെ കൂടെ. ഓർത്തു വെച്ചോ, ഉണ്ണി തെയ്യം കാണാൻ വേണ്ടി പോയി. ആരുടെ കൂടെയാ? കോയയുടെ കൂടെ. എവിടെയാ പോയെ? കണ്ണൂർക്ക് അല്ലേ? അങ്ങനെ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പൊ കണ്ട് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഉണ്ണി പറയാണ് എന്താ ഒരു പൊലിപ്പ്? പൊലി എന്താ? പബ്ലിക്കേഷൻ. ഇങ്ങനെ ഓർത്തു വെച്ചേക്കുക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേരള കലാമണ്ഡലം, കേരള സംഗീത നാടക അക്കാഡമി, കേരള ഫോക്ലോർ അക്കാഡമി, കേരള ലളിത കലാ അക്കാഡമി നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. ദാ നോക്കിയേ, ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം. എന്നാലേ ഫുൾ വീഡിയോ കണ്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുള്ളൂ. നിനക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ PYQ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിലും കമന്റ് ബോക്സിൽ ഇടുക. ഇനി നിർത്തുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടി. നിങ്ങൾ 10-12 ലെവൽ എക്സാമുകൾ ഫോക്കസ് ചെയ്യുന്നവരാണോ? VFA, കമ്പനി ബോർഡ്, LGS എന്നിവയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാച്ചസ് റണ്ണിങ് ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, KS മെന്ററിന്റെ ഭാഗമാകാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇടണം. ഇനി നോട്ടിന്റെ കാര്യം മറക്കണ്ട, KS മെന്റർ ടെലിഗ്രാം ചാനലിൽ നോട്ടുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ വി മീറ്റ്. ബൈ.